അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാ സുഹൃത്തുക്കളെ, ഈ അടുത്ത് നമ്മളെ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പണ്ഡിതൻ എന്ന് പറയാൻ പറ്റൂല അദ്ദേഹത്തിന്, നൗഷാദ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അദ്ദേഹം പലപ്പോഴും നമ്മളെ ആലിമീങ്ങളെ തരംതാഴ്ത്തി പ്രസംഗിക്കാറുണ്ട്. പക്ഷേ സുൽത്താനുലമനെ ബഹുമാനിച്ചുകൊണ്ടും പ്രസംഗിക്കും. നമ്മളെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാം, പക്ഷെ അത് കാപട്യമായിരുന്നു. ഞാൻ അന്നേ ചിന്തിച്ചിട്ടുണ്ട്, പല ആലിമീങ്ങളോടും പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് വ്യക്തമായി അദ്ദേഹം തെളിഞ്ഞിരിക്കുകയാണ്. എ പി ഉസ്താദിനെ സ്നേഹിച്ചത് കാപട്യമായിരുന്നു എന്ന്. എ പി ഉസ്താദിനെ പരിഹസിക്കുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ലെങ്കിലും നിങ്ങളുടെ ഒരു അവസ്ഥ കൂടി പറഞ്ഞു നിർത്താം. നിങ്ങളിപ്പോ എന്തിനാണ് നിങ്ങളെ ഈ സംഘടന തുടങ്ങിയത്? അത് നിങ്ങളൊന്ന് ആലോചിച്ചു. സ്വന്തം ഒരു വിചാരണകൾ നടത്തി നിങ്ങളിപ്പോ എന്തൊക്കെ ആയത്, നിങ്ങൾ എവിടെ എത്തിപ്പോ, നിങ്ങളുടെ സംഘടന എങ്ങനെ ഉത്ഭവിച്ചു, നിങ്ങൾ ഏതിൽ നിന്ന് പോകും, അതൊരു ആത്മവിചിന്തനങ്ങൾ നടത്തിയേ പറ്റൂ. നിങ്ങൾ പുതിയ മുശാവറ കെട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോൾ നിലവിലുള്ള മുശാവറയുടെ പ്രസിഡന്റ് ആരാ? അപ്പോൾ മൂപ്പര് പറയുന്നത് ശൈഖുന സുൽത്താനുലമയും ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ പാപ്പയും കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ സമസ്തയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ അഹ്സനി ആ കെട്ട് നല്ല ഉറപ്പായിരിക്കുന്നു. ഈ അടുത്ത 3-4 മാസങ്ങളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കെട്ട് വലിയ കെട്ടായിരുന്നു, അതിന് നല്ല ഉറപ്പുണ്ട് എന്നാണ്. അറിയുന്നവർക്കൊക്കെ ഇതുകൊണ്ട് മനസ്സിലാവും. ഞാൻ അത്രയും ആ വിഷയത്തിൽ പറയുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കിയൊന്ന് കേൾക്കാം. അന്ന് മുശാവറയുടെ സെക്രട്ടറി ആരാ? ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. ഇപ്പൊ കുട്ടികളോട് പറയാ, ഒറ്റക്ക് ഏതെങ്കിലും ഒരാൾ പോകുന്നുണ്ടെങ്കിൽ ആ ആളെ കൂടെ പോകണ്ട, പേച്ചു പോകും, സംഘമായി നിന്നാ പേക്കൂല. പിന്നെന്തിനാ നിങ്ങൾ മുശാവറ വരണ്ടാക്കി? മൂപ്പര് വേറൊരു തെറ്റിദ്ധാരണ, ഒറ്റക്ക് പോകണ്ടെന്ന് നമ്മളാൾക്കാർ പറഞ്ഞു പേക്കുന്നു. നമ്മളാൾക്കാർ ഒറ്റക്കല്ലല്ല പോയിക്കണത്, കാരണം 5-6 ആളുണ്ടായിട്ടില്ലേ, ഒറ്റക്ക് പോയിട്ടില്ല. സംഘത്തിനല്ലേ പഴച്ചു നിങ്ങൾ പറഞ്ഞു? അതിനല്ലേ 5-6 ആളെ ഇറങ്ങിപ്പോന്ന്. അതിൽ തന്നെ അന്നത്തെ പ്രധാനിയായിരുന്ന ഇ.കെ. ഉസ്താദ്, ഇ.കെ. ഉസ്താദിന്റെ നിലപാടുകളിൽ പഴവുണ്ടായി. സുന്നത്ത് ജമാഅത്ത് മാറി, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് നിലപാട് മാറ്റമുണ്ടായി. ഇതൊക്കെ പ്രസംഗിച്ച് നടന്നവരല്ലേ നിങ്ങൾ? അങ്ങനെ നിങ്ങൾ അന്നത്തെ അവസ്ഥയിൽ ഇ.കെ. ഉസ്താദ് പഴച്ചു പറഞ്ഞൊരു കിതാബ് പുറത്ത് എഴുതിയല്ല, ഒരു ലേഖനം എഴുതിയല്ല, അല്ലെങ്കിൽ എവിടെങ്കിലും ഒന്ന് പോയി പ്രസംഗിച്ചതല്ല. പകരം ഒരു അപ്പുറത്തൊരു മുശാവറ എത്ര വലിയ പാതകങ്ങളൊന്നും ആലോചിച്ചു. എന്നിട്ട് അവസാനം പാതകാവുന്നത് എപ്പോഴാ? പിന്നതാ ഇ.കെ. ഉസ്താദ് മഹാരാവ്. ഇ.കെ. ഉസ്താദ് ഭയങ്കര മഹാരാവ്. വരക്കൽ മക്കാമിൽ ഏതാ വരുന്നത്? ഭയങ്കര സിയാറത്തല്ലേ? വരക്കൽ മക്കാമിൽ ഇ.കെ. ഉസ്താദിന്റെ കാലിന്റെ ചോട്ടിരുന്ന് സിയാറത്ത് ചെയ്യാ. ഇ.കെ. ഉസ്താദ് വലിയ അരിമായിരുന്നു വിളിച്ചു പറയാ. പിന്നെന്തിനാ ഞങ്ങൾ അന്ന് മുശാവറ ഉണ്ടാക്കി? അപ്പോൾ ഇ.കെ. ഉസ്താദ് വലിയ മഹാനാണ് എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു. എന്നും പറയുന്നത് തന്നെയാണ് ഇ.കെ. ഉസ്താദ് വലിയ മഹാനാണ്. മൂപ്പരുടെ തീരുമാനങ്ങൾ അക്കാലത്ത് അന്നത്തെ പണ്ഡിതന്മാർക്ക് പലരും അതോട് യോജിക്കാൻ തയ്യാറായില്ല. അള്ളാഹുവിൻ്റെ ഖലാ പ്രകാരം അന്നൊരു പിളർപ്പുണ്ടായി. അതുകൊണ്ട് ഇ.കെ. ഉസ്താദിൻ്റെ ഖബർ സിയാറത്തിന് പോയാൽ ഇ.കെ. ഉസ്താദിൻ്റെ അന്നത്തെ നിലപാട് ശരിവെച്ചു എന്നതാണ് മൗലവി അർത്ഥം. എവിടുന്നാണ് ചെങ്ങായിജി വരുന്നത്? ജനങ്ങളെ ഇസ്കാലാക്കാൻ നോക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുബഹിക്ക് കുനൂത്ത് ഓതണം എന്ന് പറയുന്ന അഭിപ്രായക്കാരനാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സുബഹിക്ക് കുനൂത്ത് ഓതണ്ട എന്ന് പറയുന്ന അഭിപ്രായക്കാരനാണ്. ഒരു ദിവസം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിൻ്റെ ഖബർ സിയാറത്തിന് പോയപ്പോൾ അന്ന് ആ മഹാനോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് സുബഹിക്ക് കുനൂത്ത് ഓതിയില്ല. അതുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ ഇമാമിൻ്റെ ആ നിലപാട് യോജിച്ചു. ഇതൊന്നും വേണ്ട എന്നുള്ളതാണ് ഇതിനർത്ഥം. അപ്പോൾ പണ്ഡിതന്മാർ
അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും അവർ പരസ്പരം വളരെ സ്നേഹത്തിലും ഐക്യത്തിലുമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കണ്ട് എവിടെയെങ്കിലും ഒരു പുടിവള്ളി കിട്ടുമെന്നാണ് നമ്മളെ സാധു നോക്കുന്നത്. പക്ഷേ ഈ സാധുവിനറിയോ ഈ കാലം വരെ പ്രസംഗിച്ച എല്ലാ നിലപാടും മാറ്റി പറഞ്ഞതാണെന്ന് മൂപ്പര് സ്വന്തത്തിലൊന്നും ചിന്തിച്ചൂടെ? ആരാനായ പണ്ഡിതന്മാർ വലിയ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെ തരം താഴ്ത്താൻ ശ്രമിക്കണോ? സ്വന്തത്തിലൊന്ന് ചിന്തിക്ക്. 1989 പിളർപ്പുണ്ടായി, സ്വാഭാവികമാണ്. എന്നിട്ട് കുറേ കാലം നമ്മളെ സംഘടനയുടെ കൂടെ പ്രവർത്തിച്ചു. എന്നിട്ട് 2013 വരെ പ്രസംഗിച്ചതൊക്കെ ഞാൻ ഒഴിവാക്കി. അത് ജാഹിലിയ കാലത്ത് പ്രസംഗിച്ചതാണ് ഈ ചങ്ങാതി. എന്നിട്ട് പിന്നെ പറയുന്നു 2020 വരെ പറഞ്ഞതൊക്കെ ഹലറത്തിൽ നിന്ന് കിട്ടിയ ദീനാണ്, കിതാബത്തെ ദീനൊന്നും മൂപ്പരിക്ക് വേണ്ട, മൂപ്പര് ഇരിക്കുന്ന ഹലറത്തുകളിൽ നിന്ന് കിട്ടുന്ന ദീനാണ് മൂപ്പര് പ്രസംഗിക്കാറ്. അങ്ങനെ 2020 വരെ ഹലറത്തുകളിൽ നിന്ന് കിട്ടുന്ന ദീന് പറഞ്ഞിട്ട് അതിപ്പോൾ മൂപ്പരിക്ക് വേണ്ട. ഇപ്പം ഇനി ആകെ ഈ 2020 ശേഷം ഇപ്പോൾ 2025 4 കൊല്ലത്തെ നിലപാട് മാത്രമാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ പറയുന്നത്. എത്ര കാപട്യമാണ്, എത്ര ഇസ്കാലാക്കുകയാണ് ജനങ്ങളെ. സ്വന്തത്തിലൊന്ന് ചിന്തിച്ചുകൂടെ? ഇല്ലെങ്കിൽ മിണ്ടാതിരുന്നൂടെ? ജനങ്ങളെ ഇസ്കാലാക്കണോ മൗലവി? അതൊന്ന് കേട്ടു നോക്കുക. മൂപ്പര് ഈ പ്രസംഗത്തിൻ്റെ മറ്റ് ഭാഗമൊക്കെ ഒന്ന് കേട്ടു നോക്കുക. പണ്ട് പ്രസംഗിച്ചത് കൊണ്ടുപോയി ഇവരോട് ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം അന്നുതാ പറയുന്നു. അതൊക്കെ നമ്മൾ തൗബ ചെയ്ത് ഒഴിവാക്കി മശായിഖന്മാരെടുത്ത് വന്ന് ജാഹിലിയകാരാണ്, അത് എടുത്ത് വരാൻ തന്നെ പാടില്ല. ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ 2013 ശേഷം നോക്കിയാൽ മതി. അതും പോരാ, അതൊക്കെ അടുത്ത കാലാണ്. പിന്നെ ഈ ഖുറാഫാത്തെന്നും ജാഹിലിയത്തെന്നൊക്കെ പോയി ഒരു 2020 ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ചു മറുപടി പറയാം. അതിന് മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യും. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞേ. അപ്പം 2013 വരെയുള്ള പ്രസംഗം ആരും കേൾക്കണ്ട, മൂപ്പർ അതൊക്കെ മാറിയിക്കിടും. പിന്നെ ഹലറത്തുകളിൽ നിന്ന് കിട്ടുന്ന ദീനായിരുന്നു മൂപ്പരെടുത്തുള്ളത്. അത് 2020 ആയപ്പോൾ മൂപ്പർക്ക് തോന്നി അതും വേണ്ട, ആരും എന്നോട് കൊണ്ടുവരണ്ട, അത് ഞാൻ അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചിട്ടുണ്ട്. 2020 ശേഷം ആകെ 4 കൊല്ലത്തെ പ്രവർത്തനവും പ്രസംഗവും ജനങ്ങൾ കേട്ടാൽ മതി, അതനുസരിക്കാൻ മതി എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. മൂപ്പരെ മുന്നിൽ പോയി കുറേ പാവങ്ങൾ ചിലപ്പോൾ ഇരിക്കലുണ്ട്. അതെല്ലായിടത്തും ആയിട്ട് തന്നെ പോയിരിക്കല്. എല്ലാ സ്റ്റേജിൻ്റെ മുന്നിലും ഇവരെന്നെ ഉണ്ടാകുക തെരീക്കത്തീരമായി. വളരെ കഷ്ടം തന്നെയാണ്. അള്ളാഹു കാക്കട്ടെ ഇത്തരം ഉലമാക്കളുടെ സിറിൽ നീ നാടിനെ.